ഹലോ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം. ഈ മാസം 8-ാം തീയതി ഞാൻ കമ്മ്യൂണിറ്റിയിലൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. ഗുരുവായൂരിൽ 1 മണിക്കൂർ കണ്ണൻ്റെ മുന്നിൽ കഥക്ക് പെർഫോം ചെയ്യാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം ലഭിച്ചെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അറിയിച്ചിരുന്നു. എല്ലാവരും അത് കണ്ടു കാണുമെന്ന് വിചാരിക്കണു. അപ്പോൾ 9-ാം തീയതി പുലർച്ചെ 4:30 മണിക്ക് കോഴിക്കോട് നടക്കാവുന്ന ലിജുവും രൂപചേച്ചിയും ഷിബിയേട്ടനും ട്രാവലറിൽ കയറി അങ്ങനെ മലാപ്പറമ്പ് വഴി, മലാപ്പറമ്പിലാണ് ജസ്മയുടെ വീട് വരുന്നത്. ജസ്മേനെ അവിടുന്ന് പിക്ക് ചെയ്തു, തൊണ്ടയാടുന്ന് എന്നെ പിക്ക് ചെയ്തു, പിന്നെ ഹൈലൈറ്റ് മോൾ ആ ഭാഗത്തൊക്കെ ആളുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് എല്ലാവരും ഓരോരുത്തരും പെറുക്കിയാണ് കേട്ടോ ഞങ്ങൾ ട്രാവലറിൽ യാത്ര തിരിച്ചത്. നല്ല രസമായിരുന്നു. പക്ഷേ ഞാൻ ട്രാവലറിൽ കയറിയതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, കാരണം എനിക്ക് ഓർമ്മ ഉണ്ടായില്ല വീഡിയോ എടുക്കാനുള്ള. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ ഓർമ്മിപ്പിച്ചത്, വിജയ് വീഡിയോ എടുക്കുക. അന്നപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള ഓർമ്മയുണ്ടായത്. കാരണം നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുമ്പോൾ ആ ഒരു ഇതിലായി പോകുമല്ലോ. അപ്പോൾ അങ്ങനെ അവരോടാട്ടോ നന്ദി പറയണ്ടേ, കാരണം അവരാണ് എന്നോട് വീഡിയോ എടുക്കാൻ ഓർമ്മിപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ കുറ്റിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും അവിടെ എത്തിയപ്പോൾ ഭയങ്കര വിശപ്പായി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ച്, അതുകൊണ്ട് ഹോട്ടലുകളുടെ പേരോ ഒന്നും എനിക്ക് ഓർമ്മയില്ല, കാരണം അതൊന്നും എടുക്കാൻ ഓർമ്മയില്ല. ഈ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ഇവർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കേണ്ട ഒരു ഓർമ്മ ഉണ്ടായത്. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു കേട്ടോ. അങ്ങനെ യാത്രയിലുള്ള ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മൊത്തം ഞങ്ങൾ പാട്ട് വെച്ചിട്ട് അവിടുന്ന് തൊട്ട് ഫുൾ കൈ കൊണ്ടുള്ള ആക്ഷനൊക്കെ ആയിട്ട് പ്രാക്ടീസ് തന്നെയായിരിക്കുന്നു. അപ്പോൾ സാർ എപ്പോഴും ഞങ്ങളുടെ അടുത്ത് പറയും, നിങ്ങൾ ഓവറായി ഇങ്ങനെ കളിച്ച് നോക്കാതെ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ പാട്ട് റിവൈൻഡ് ചെയ്ത് കേട്ട് അത് മെമ്മറൈസ് ചെയ്യുക, നിങ്ങളുടെ കൈയിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ശരിയാക്കുക. അങ്ങനെയൊക്കെയാണ് സാർ എപ്പോഴും പറയാറ്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെല്ലാം തൊഴുതു കേട്ടോ. അതൊക്കെ ഗുരുവായൂരിലേക്കൊന്നും ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഫോൺ എടുത്തിട്ട് നമുക്ക് ക്ലോക്ക് റൂമിലൊന്നും വെക്കാനുള്ള അത്രയും ആളുകളാണ്. ഇപ്പം പ്രത്യേകിച്ചും സ്വാമിമാർ കൂടി ഉള്ളതുകൊണ്ട് ഒന്നാമത്തെ അങ്ങോട്ടേക്ക് ക്ലോക്ക് റൂമിൻ്റെ ഭാഗത്തേക്കൊന്നും അടുക്കണ്ട. അപ്പോൾ അവിടെ മൊത്തം ഭയങ്കര തിരക്കാണ്. നമുക്ക് അവിടെ ലൈന് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രോഗ്രാം എല്ലാം കഴിയും. അപ്പോൾ ഈ മേക്കപ്പിൻ്റെ മാഷ് പറഞ്ഞു, നിങ്ങളവിടെ പോയിട്ട് ലൈന് നിൽക്കണ്ട, വേഗം പോയി നടക്കുന്നൊന്ന് തൊഴുതിട്ട് വേഗം പോരുമെന്ന് പറഞ്ഞു. അങ്ങനെ ജസ്മയുടെ ഹസ്ബൻഡിൻ്റെ കെയർ ഓഫിൽ ഞങ്ങളവിടെ അറിയുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ ചെന്നത് അവിടെ എത്തിയപ്പോഴാണ് നടക്കുന്നത് തൊഴാന്ന് വിചാരിച്ചിട്ടാണ് പോയേക്കുന്നത്. അവരുടെ മുന്നിൽ എത്തിപ്പെട്ടത് എന്തോ ഭഗവാന്റെ എന്തോ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നന്നായി നടക്കുന്നല്ല ലൈൻ അവിടെ അപ്പുറം ഉള്ളിൽ തന്നെ കയറി ഞങ്ങൾ നന്നായി തൊഴുതു ഭഗവാനെ. എല്ലാം ഒരു നിമിത്തം പോലെയായിരുന്നു കേട്ടോ. എല്ലാം ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഇതായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ മേക്കപ്പിൻ്റെ മാഷിനെ അറിയാത്തവരാരും ഉണ്ടാവില്ല. പ്രകാശ് എന്നാണ് മാഷിൻ്റെ പേര്. മാഷ് നമ്മുടെ തിരുവനന്തപുരം സ്കൂൾ യുവജനോത്സവം നടക്കുന്നവിടുന്ന് തലേന്ന് എത്തിയതേ ഉള്ളൂ തോന്നുന്നു. അന്ന് പുലർച്ചെയാണ് ഞങ്ങൾക്ക് പോരേണ്ടിയിരുന്നത്. അപ്പോൾ മാഷ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാങ്കാവിൽ വെയിറ്റ് ചെയ്തു. ഞങ്ങളങ്ങനെ മാഷിനെയും പിക്ക് ചെയ്തുകൊണ്ടാണ് പോന്നേക്കുന്നത് കേട്ടോ. ഒരുവിധം ഡാൻസേഴ്സ് എല്ലാവരും അറിയുന്ന ഒരേ ഒരു വ്യക്തിയാണ് പ്രകാശ് മാഷ്. മാഷിൻ്റെ മേക്കപ്പിനെ പറ്റി ഒന്നും പറയാനില്ല, കാരണം അത്രയധികം കോൺഫിഡൻസോടുകൂടി ഞങ്ങൾക്ക് മേക്കപ്പ്, ആ മാഷിൻ്റെ മേക്കപ്പ് ആകുമ്പോൾ ഒരു കോൺഫിഡൻസാണ്, നല്ലൊരു മേക്കപ്പാണ്. അത് ഡാൻസേഴ്സിന് ഒരുവിധം മാഷിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫുള്ള് ഇതാണ് അവസ്ഥയാണ് കേട്ടോ. ഫുള്ള് പാട്ട് വയ്ക്കുക, മൊബൈലിൽ സോങ് വെച്ച് തന്നെ ഫുൾ ടൈം. അപ്പോൾ പകുതി മേക്കപ്പാണ്. അപ്പോൾ മാഷ് പറഞ്ഞു ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കി നോക്കാമെന്നുള്ള പറഞ്ഞുകൊണ്ടാണ് പകുതി മേക്കപ്പിലാട്ടോ. അപ്പം അങ്ങനെ ലിപ്പൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ പൈടം രുചി എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരിൽ ഹോട്ടലുണ്ട്, അടിപൊളി ഹോട്ടലാണ്. ഹോട്ടലിലൊന്നും പോകാനുള്ള ഞങ്ങൾക്ക് മേക്കപ്പ് ഇട്ടിട്ട് ഇങ്ങനെ പോകണ്ടേ. അപ്പം ഷിബിയേട്ടൻ പാവം പോയി ഫുഡെല്ലാം വാങ്ങിക്കൊണ്ടുവന്നു. അപ്പം ഞാനും രൂപചേച്ചിയും പറഞ്ഞു ഞങ്ങൾക്ക് ചോറ് വേണ്ടാന്നുള്ളത് പറഞ്ഞ് ഒഴിവാക്കിയിരുന്നു. അപ്പോൾ ലിജുവും ജസ്മിയും സമ്മതിച്ചില്ല, കാരണം വൈകുന്നേരം ഡാൻസിന് ചെയ്യാനുള്ളതാണ്. അപ്പം കുറച്ചെങ്കിലും എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നതാണ് ഞങ്ങൾ നിർബന്ധിച്ചു. അങ്ങനെ പണ്ടുള്ള പഴമയിലുള്ള ആൾക്കാരൊക്കെ പറയുമല്ലോ, ഒരുമയുണ്ടെങ്കിൽ ഒലക്കയിലും കിടക്കാം, അങ്ങനെ കുറേ പഴഞ്ചൊല്ലുകളില്ലേ, അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരേ ഇലയിൽ നിന്നാണ് ഞങ്ങൾ 4 പേരും ഫുഡ് കഴിച്ചത് കേട്ടോ. ആ ഫുഡിനൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. കാരണം അവരോടൊപ്പം കഴിച്ചുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ആ ഒരു എന്താ പറയുക, ഫ്രണ്ട്സിനോട് കൂടുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ. അപ്പോൾ അനുഭവിച്ചറിയുന്നവർക്കൊക്കെ അറിയാൻ മതിയാവുമല്ലോ ആ ഒരു ഇത്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു, വയറൊക്കെ ഫുള്ളായി. പിന്നെ ഗുങ്കുരു കെട്ടേണ്ട ഭയങ്കര ഒരു ടാസ്ക് തന്നെയായി, കാരണം ഇരുന്നിട്ട് കെട്ടാൻ കഴിഞ്ഞില്ല, ശ്വാസം മുട്ടിയിട്ടേ വയറെല്ലാം നിറഞ്ഞിട്ട്. അങ്ങനെ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ടൈം പറ്റാത്തതുകൊണ്ടും
കുറച്ച് ബിസി ആയിപ്പോൾ, അതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ ലേറ്റായിപ്പോയത്. അപ്പം ഇനി വരുന്ന വീഡിയോയിൽ ബാക്കി ഞാൻ ആഡ് ചെയ്യാം. എല്ലാവരും ഇതുവരെ തരുന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം കേട്ടോ. നന്ദി, നമസ്കാരം.